നന്മ 24ലേക്ക് സ്വാഗതം. കാക്കനാട് മീനുകൾ ചത്തുപൊങ്ങുന്നു. കാക്കനാട് വ്യവസായ മേഖലയിൽ നിന്നുള്ള മലിനജലമാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ്. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ളയും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും സ്ഥലത്തെത്തി. ഒരുപാട് മീൻ ചത്തിട്ടുണ്ട്. രാവിലെ മുതൽ വെളുപ്പിന് മുതൽ ഇങ്ങനെ ഒഴുകണതാണ്. അപ്പം ഞങ്ങൾ കാലത്ത് തന്നെ വന്ന് അതിൻ്റെ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ അതിൻ്റെ സാമ്പിൾ എടുത്ത് അത് ഇവിടെ നിന്നവർ സൈൻ ചെയ്ത് ഇവിടെ നമ്മുടെ ഇപ്പം മെട്രോളജിക്കൽ ലാബിലോട്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. രാവിലെ ഇതിലെ വഴി പോയപ്പോഴാണ് സാധനത്തിനെ കണ്ടത്. ഇങ്ങനെ ഒരുപാട് മീനുകൾ ചത്ത് പൊങ്ങി തോടിൻ്റെ നടുക്ക് പെരിയാറിലുണ്ടായ പോലെ ഒരു വിഷമാലിന്യം തന്നെയാണ് ഇതിനകത്തൂടെ ഒഴുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ 5 ദിവസം 6 ദിവസം കൂടിയാണ് ഇവിടെ പൈപ്പ് വെള്ളം വന്നത്. ഇവിടുത്തെ ഈ അഴുക്ക് വെള്ളം വന്ന കാരണം കിണറ്റിലെ വെള്ളമൊന്നും ഉപയോഗിക്കാൻ സാധിക്കണില്ല. നമ്മൾ ഇതിനിടയ്ക്ക് പെരിയാറിൽ കണ്ടാണ് അവിടെ മീനുകൾ ചത്തുപൊന്തിയത്. അന്ന് അവിടെ PCB പറഞ്ഞ എന്താ, അവിടെ ഓക്സിജൻ ഇല്ല, വെള്ളത്തിൽ ഓക്സിജന്റെ കണ്ടന്റ് കുറവാണ്. പക്ഷെ സംഭവിച്ചെന്തായിരുന്നു, ഓക്സിജന്റെ കണ്ടന്റ് കുറയാനുള്ള കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുന്നില്ല. ഞങ്ങളുടെ കിണറ്റിലൂടെ ഈ വിഷവെള്ളം ഒഴുകി വരുന്നത് കാരണം പല രോഗങ്ങളും ഉണ്ടാകാറുണ്ട്. സെപ്സ് ഇവിടെ പണി തുടങ്ങിയ കാലം മുതൽ തുതിയൂർ നിവാസികൾക്ക് ഇങ്ങനെ പല പല ദുരിതങ്ങളാണ്. വേസ്റ്റ് വെള്ളം നേരിട്ട് വിടുന്നത് അവർ നമ്മുടെ ഈ തോട്ടിൽ കൂടെയാണ് വേസ്റ്റ് വെള്ളം വിട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ നമ്മൾ പറയുന്നുണ്ട് ഇത് ഫിൽറ്റർ ചെയ്ത് വിടണം. ഇങ്ങനെ അഴുക്കും ഈ നേരത്തെ ആണെങ്കിൽ കമ്പനികളുടെ മുഴുവൻ വേസ്റ്റ് ഇങ്ങോട്ട് വിട്ടിട്ട് റബ്ബർ പാലുകൾ ഈ ചെടികളിലും വെള്ളത്തിലും മുഴുവൻ വന്ന് നിൽക്കുമായിരുന്നു. അതിനൊക്കെ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് പല പ്രാവശ്യം പറയുകയും പ്രശ്നങ്ങളുണ്ടാക്കി. ഇവിടെ നാളുകൾ ഈ വേസ്റ്റ് വെള്ളം കോരി ആ സെപ്സിൻ്റെ വാതൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് സമരം ചെയ്തു. പിന്നെ നമ്മൾ PT MLA ആയി വന്നതിന് ശേഷം എല്ലാ മാസവും അവിടെ DC മുമ്പിൽ ഇങ്ങനെ അസോസിയേഷൻകാരെയൊക്കെ വിളിച്ചൊരു യോഗം കൂടുമായിരുന്നു. അതിന് ശേഷം അവർ പറഞ്ഞ 2.5 കോടി രൂപ മുടക്കി ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ശുദ്ധീകരിച്ച് മാത്രമേ തോട്ടിൽ കൂടെ വിടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ വേസ്റ്റ് വെള്ളം വിടും. അവർ ഫിൽറ്ററും മെഷീനും എല്ലാ സാധനങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ കാണിക്കും. പക്ഷേ ഈ കൊട്ടേഷൻ എടുത്തേക്കുന്ന ആളുകൾ മഴ പെയ്യുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാണ്ട് വെള്ളം തുറന്നു വിടണുണ്ട്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ മീനുകൾ മുഴുവൻ ചത്തു പൊങ്ങിയിരിക്കുന്നത്. മീനുകൾ ചത്തു പൊങ്ങണമെങ്കിൽ വിഷവെള്ളം വിടാതെ ഇത് സംഭവിക്കില്ല. ഇത് നമ്മുടെ ഈ തോടിൻ്റെ പരിസരത്തുള്ള കിണറുകളിലെ വെള്ളം മുഴുവനും വിഷം ചെല്ലും. എന്തായാലും ഇപ്പം മഴയും വെള്ളം എല്ലാ പ്രദേശവും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം എങ്ങനെയായാലും ലീക്കായി നമ്മുടെ കിണറുകളിൽ എത്തും. ആളുകൾ ഇത് കുടിക്കും, രോഗങ്ങൾ വരും. അതിനൊക്കെ ഒരു മുൻകരുതൽ. നാളെ ഇപ്പോൾ എന്തായാലും മുനിസിപ്പാലിറ്റി തലത്തിൽ നമ്മളവിടെ സെപ്സിൻ്റെ അകത്ത് DC ഒരു കത്ത് കൊടുക്കാം. MLA ഒരു കോപ്പി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. MLA ഇടപെടാം, വേണ്ട നടപടി സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പലതരത്തിൽ നേരത്തേക്ക് ഇതിലെ കറുത്ത കളറിൽ പതയൊക്കെ ആയിട്ടാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പം മഴക്കാലം അത് പറയും. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല, കാരണം മണമൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ മീനിങ്ങനെ ചത്തു വരുന്ന കാര്യം. അത് നമുക്കല്ല, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നമുക്കറിയില്ല കിണറ്റിലെ വെള്ളം ശുദ്ധமான രീതിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ശുദ്ധജലമായിട്ട് പണ്ട് കാലത്ത് ആൾക്കാർ കൃഷിക്കും ആൾക്കാർ സഞ്ചാരത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു തോടായിരുന്നു. അതിപ്പോൾ നശിച്ച് വ്യവസായ മേഖല വന്നുകൊണ്ട് നാടിന് ഉപകാരത്തിലുണ്ടായിരുന്ന ഒരു തോട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഒരു പരിപ്പിച്ചെറിയുന്നൊരു കുളമുണ്ട്, അതുൾപ്പെടെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് വർഷങ്ങളായിട്ട്. അത് വലിയ കുളമാണ്, പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെയാണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഇതെല്ലാം നമ്മളിവിടുത്തെ എല്ലാ പണ്ടുണ്ടായിരുന്നു, കുളിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ആർക്കും അതിനകത്ത് തൊടാൻ പറ്റില്ല. ഇപ്പൊ തൊടാൻ പറ്റില്ല. അവിടെ നമുക്ക് കാണാം ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സാധാരണ ജലസ്രോതസ് എല്ലാം നശിച്ചു പോയ ഒരു അവസ്ഥ. ഇപ്പൊ ഞങ്ങൾ വൃത്തിയാക്കി ഇറങ്ങിയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ചൊറിച്ചിൽ മാറ്റുമായിരുന്നു. അതായത് നാട്ടുകാരെ കൂടി ഒരു പ്രാവശ്യം വൃത്തിയാക്കിയിരുന്നു. അന്ന് ഇറങ്ങിയവർക്ക് എല്ലാവരും ചൊറിച്ചിലായിട്ട് പിന്നെ ആശുപത്രി പോയിട്ടാണ് മാറ്റിയത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ ഇത് വളരെ സീരിയസ് ആയ ഒരു ഇതാണ്. നമ്മുടെ ഇത്രയും ആൾക്കാരുടെ കുടിവെള്ളത്തിൻ്റെ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉടനെ തന്നെ നമ്മൾ ലാബിലേക്ക് അയക്കുന്നുണ്ട്. റിസൾട്ട് എന്താവും നമുക്കറിയില്ല. അറിഞ്ഞാൽ അതിന് അനുകൂലമായിട്ട് അതിന് നിയന്ത്രിക്കാനൊരു കാര്യം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. മീനുകൾ ചത്തുപൊന്തിക്കൊണ്ടിരിക്കുക. ഈ ചത്തുപൊന്തുന്നതിൻ്റെ കാരണം ഈ വ്യവസായ മേഖലയിൽ നിന്ന് പുറന്തള്ളുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന മാലിന്യങ്ങൾ തന്നെയാണ്.
കാരണം നോക്കി നോക്കൂ, ഇല്ലെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും വരുന്ന സോഴ്സാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. വ്യവസായ മേഖലയിൽ നിന്നും ഒഴുകിക്കൊണ്ട് വരുന്ന വെള്ളം ഇവിടെ എത്തുമ്പോഴേക്കും ഇത്രയും മീനുകൾ ചത്തു പോകുന്നതെങ്കിൽ ഇത് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? നേരെ പോകുന്നത് കടമ്പരാറിലാണ്. അപ്പോൾ ഈ ഇത്രയും മലിനമായ ജലമാണ് കടമ്പരാറിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിഹാരം നമ്മളിത് കണ്ടതാണ്. ഇത് ഇവിടെ നിത്യം ഇത് ഇവിടെ ആദ്യ സംഭവമൊന്നുമല്ല. ഇതിന് മുന്നേ ഇതേ സംഭവം ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇതിന് മുന്നേ ഇതേപോലെ മീനുകൾ ചത്തുപൊന്തി വ്യവസായ മേഖലയിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ നിന്നുള്ള മാലിന്യം പുറന്തള്ളപ്പെട്ടിട്ട് ഇത് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. എത്ര വട്ടം ഇതിനെതിരെ കംപ്ലൈൻറ്റ് പോയാലും വീണ്ടും ഇതേ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ സെസ്, വ്യവസായ മേഖലയിൽ നിന്നുള്ള സെസ്സിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ ഉറവിടം അല്ലെങ്കിൽ തോട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ മീനുകൾ ചത്തുകൊണ്ടിട്ടുള്ളത്. ഇത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഈ ഒരു കാര്യം നമുക്കിവിടെ നടന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അധികൃതർ മുന്നോട്ട് വരാത്തതെന്നാണ് ചോദിക്കുന്നത്. ഇനി നോക്കിയത് ഒഴുകി പോകുന്ന എങ്ങോട്ടാണ്? കടമ്പയാറിലേക്ക്. ആ കടമ്പയാറിൽ അല്ലെങ്കിലേ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഒരു 1.5 വർഷം മുന്നേ ബ്രഹ്മപുരത്ത് കത്തി ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ കടമ്പയാറിലാണ്. അത്രയും വിഷജലമായിക്കൊണ്ടിരിക്കുന്ന കടമ്പയാറിലേക്ക് ഈ പറഞ്ഞ പൊല്യൂഷൻ കൂടിയാണ് കയറിച്ചിരുന്നത്. ഇത്തരം പ്രവൃത്തികൾ തടഞ്ഞേ തീരൂ. അതിനുവേണ്ടി ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്ന നിലയ്ക്കും മറ്റുള്ള രീതിയിൽ നമ്മുടെ ആളുകളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, നാട്ടുകാരെന്ന നിലയ്ക്കും നമ്മളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാടി വിഷമുക്തമായിട്ടുള്ള ഒരു ജലം നമുക്ക് വേണം എന്നുള്ളത് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് വ്യവസായ മേഖലയ്ക്കകത്തുനിന്ന് വരുന്ന ഒരു തോടാണ്. ഈ തോട് ഇങ്ങനെ കണക്ട് ചെയ്ത് നേരെ പോകുന്നത് കടമ്പറയാറിലേക്കാണ്. അപ്പോൾ ഈ പറയുന്ന കാലങ്ങളായിട്ട് ഏതാണ്ട് ഒരു 30-35 വർഷത്തിന് മുമ്പേ തന്നെ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ആസിഡിൻ്റെ അംശം ഉൾപ്പെടെ ഒഴുകിയിരുന്ന ഒരു പരാതി നാട്ടുകാർക്ക് മുഴുവൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതൊന്നും തന്നെ നാളിതുവരെ ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കൂടി വരിക. അപ്പം അന്നേരം ഇതുപോലെ മീനുകളൊന്നും ചത്തുപോകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലജീവികൾ ചത്തതായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം നിരന്തരമായിട്ട് ഇത് ഒരു ശല്യമായിട്ട് മാറിയിരിക്കുക. പെരിയാറിലുണ്ടായ പോലെ ഒരു വിഷമാലിന്യം തന്നെയാണ് ഇതിനകത്തൂടെ ഒഴുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിൻ്റെ അന്വേഷണവും പഠനവും അല്ലെങ്കിൽ ഗവേഷണമൊക്കെ നടത്തി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവിടുത്തെ കുറേ ആളുകൾ കൂടി മരിച്ചിരിക്കും. കാരണം ഈ വെള്ളം തൊട്ടടുത്തുള്ള കിണറുകളിലേക്ക് വ്യാപകമായിട്ട് ബാധിക്കുന്നുള്ള കാര്യത്തിൽ സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അത് വരുമ്പോൾ ഇവിടുത്തെ മനുഷ്യർക്കടക്കം മാരകമായ രോഗങ്ങളടക്കം ഉണ്ടായേക്കാം. അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ പ്രതികരണങ്ങളും ഇതൊന്നും നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്വേഷിക്കുന്നതിൽ കൃത്യമായ ഒരു ഇടപെടൽ അധികൃതർ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ആ ഒരു മോഹം കൊണ്ടും ആ ഒരു ജീവിത സമരമായിട്ട് തന്നെ ഇതെടുക്കേണ്ടി വരും. അത്ര ഗൗരവമായിട്ട് തന്നെ ഈ വിഷയം പരിഗണിച്ചില്ലെങ്കിൽ നാട്ടുകാർ ഒരു ജീവിത സമരം എന്നുള്ള രീതിയിൽ തന്നെ അത് ഒരു പ്രതികരണം ഉണ്ടാകും. അതിനെ മറ്റൊരു തരത്തിലും ഒരു രാഷ്ട്രീയ ഇടപെടലോ മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ജീവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഈ ദുരന്തങ്ങൾ മുഴുവൻ വരുമ്പോൾ ദുരന്തങ്ങൾ വന്ന് വീണതിന് ശേഷം മാത്രം പ്രതികരിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ നടപടിയെടുക്കുക എന്നുള്ളതും അല്ല വേണ്ടത്. സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ട രീതിയിൽ എന്താണ് ഇതിൻ്റെ കൃത്യമായുള്ള കാരണമെന്ന് കണ്ടെത്തിയിട്ട് അതില്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ 35 വർഷത്തിനിടയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് ബോധ്യമാകുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കിണർ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഈ തോടിൻ്റെ ഇരു കരകളിലുമായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ കിണർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ജലദൗർലഭ്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, വളരെ പരിമിതമായിട്ടൊക്കെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കിണറുകളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വരും. ആ സ്ഥിതിയിൽ ഈ കിണറ്റിലേക്ക് ഇതിനകത്തു നിന്നുള്ള വെള്ളം ഊറി എത്തുന്നത് എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പല കിണറുകളും മോശമായിട്ടുള്ളത് കാളച്ചാൽ തോടിന് സമീപമുള്ള കിണറുകളാണെങ്കിലും ഈ തോടിന് സമീപമുള്ള കിണറുകളാണെങ്കിലും ഇത് വ്യവസായ മേഖലയുമായിട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ തോടുകളും മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ടുള്ള പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. കാരണം ഈ നാട്ടുകാർക്ക് ജീവിക്കണം, ശുദ്ധജലം കുടിച്ച് മരിക്കാനുള്ള ഒരു അവകാശമെങ്കിലും നിഷേധിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അത് ഗൗരവതരമായിട്ട് തന്നെ അതിൻ്റെ അധികാരികൾ ഇടപെട്ടില്ലെങ്കിൽ വളരെ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകും. കുറെ ചത്തുപോങ്ങിയ മീന ഒരുപാട് ചത്തുപോയായിരുന്നു. ചിത്രപ്പുഴയിലേക്ക് ഒഴുകിപ്പോയായിരുന്നു മീന്. ഒഴുകിപ്പോയി. എന്നെ വിളിച്ച ഈ വ്യക്തിയാണ്. എന്നോട് ഷാജിറ ഒന്ന് വന്നതെന്ന് പറഞ്ഞു. ഞാൻ വന്ന് കണ്ടപ്പോൾ ഇതൊന്നും അല്ല, നല്ലൊരു അവസ്ഥയിൽ ഈ മീൻ മൊത്തം ചത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഓർത്ത് മീൻ വലിയ മീനാണ്, വല പിടിക്കാൻ വേണ്ടിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്ന് കണ്ടപ്പോഴാണ് അവസ്ഥ മാറിയത്. ഈ അവസ്ഥ മാറിയെന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, അതായത് മൊത്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ മാട്ടി എന്നെ വിളിച്ചിട്ട് വിവരം പറഞ്ഞു.